ഈ വീട്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കപ്പെട്ട കുടുംബം വസ്ത്രങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെ ഓച്ചിറ ക്ഷേത്രത്തിൽ അഭയം തേടിയതായിരുന്നു കൊല്ലം ചെറിയഴിക്കൽ സ്വദേശി അനിമോനും ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും 9 മാസം പ്രായമായ കൈക്കുഞ്ഞും അടങ്ങിയ കുടുംബം. സ്വകാര്യ ബാങ്കിന്റെ ജപ്തിയാണ് ഇവരെ തെരുവിലേക്ക് ഇറക്കിയത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ചോളമണ്ഡലം ഫിനാൻസിൽ നിന്നും അനിമോൻ 18 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. 6.5 ലക്ഷം രൂപ തിരിച്ചടച്ചു. അതിനിടെ ഭാര്യയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇതോടെ തിരിച്ചടവ് മുടങ്ങി. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്ന സമയത്ത് ബാങ്ക് ജീവനക്കാർ എത്തി വീടും ഗേറ്റും താഴിട്ട് പൂട്ടി. 30 ലക്ഷം രൂപ പറഞ്ഞ ആളിന് എണ്ണി കൊടുത്ത് പിന്നെ ലോൺ എടുത്തത് എനിക്കൊരു അസുഖം വന്നു. അതുവരെ പുറത്ത് കടമുണ്ടെങ്കിൽ നമ്മൾ ലോൺ പെൻഡിങ് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അസുഖം വന്നപ്പോൾ അത് പെൻഡിങ് ആയി. ഞാൻ എൻ്റെ മക്കളുമായിട്ട് വെളിയിൽ കിടക്കും. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും പുറത്തെടുക്കാൻ അവസരം നൽകണം എന്ന് പറഞ്ഞിട്ടും ബാങ്ക് അധികൃതർ തയ്യാറായില്ല. ഇതറിഞ്ഞാണ് CR മഹേഷ് MLA എത്തിയത്. ബാങ്ക് സ്ഥാപിച്ച പൂട്ട് തകർത്ത് കുടുംബത്തെ അകത്ത് കയറ്റി. ഇവരുടെ സങ്കടങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുകയും കുഞ്ഞിന് അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇത് തുറന്നു. നിങ്ങളെല്ലാം സാക്ഷിയാണ്, വേറെ ഒന്നും എടുത്തിട്ടില്ല. തുറന്ന് അവരുടെ സർട്ടിഫിക്കറ്റും തുണിയും എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിന്റെ പേരിൽ ഇനി ഞാൻ വിചാരിച്ചിന് നോക്കിക്കൊല്ലാൻ വിധിച്ചാലും ശരി, അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതിന്റെ ഒരു വലിയ കുറ്റമാണെങ്കിൽ. സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതോടെ പഠനം മുടങ്ങില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് മകൾ അനന്യ. ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നും കിട്ടത്തില്ല. എല്ലപ്പം പറഞ്ഞ് അഡ്മിഷൻ തന്നെ കൊടുത്ത സ്കൂളിൽ നിന്ന് അവിടെ പ്രിന്റ് കൊടുത്ത പേപ്പർ വെച്ചാ ഇപ്പൊ എല്ലാം ചെയ്ത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാം കിട്ടി. ഇനി എനിക്ക് അഡ്മിഷന് ഇനി പഠിക്കാമല്ലോ. കുടുംബം പുറത്തിറങ്ങിയ ശേഷം വാതിൽ MLA തന്നെ പൂട്ടി. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും സൈക്കിളും MLA സമ്മാനിച്ചു. എല്ലാവരും സാക്ഷിയാണ്. തുണിയും സർട്ടിഫിക്കറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.